അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡ്രോയിങ്ങിന്റെ PSC എക്സാം എഴുതാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, വിഷയങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, പഠിക്കാത്തവരുണ്ടാകും. എന്തായിരുന്നാലും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രോയിങ് എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് GKയുടെ ഏരിയകൾ കൂടി വരാറുണ്ട് അല്ലെ. പലപ്പോഴും പല ആളുകളും GKയുടെ ഭാഗങ്ങളൊന്നും നോക്കാറില്ല, ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, വീഡിയോയിലോട്ട് തരികയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കണക്ഷൻസും ചെറിയ ചെറിയ കോഡുകൾ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഡ്രോയിങ്ങിന്റെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കണ്ടുപോകുക. അതേപോലെ തന്നെ ഡ്രോയിങ്ങിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു എക്സാമിന് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടത്താത്തവർക്ക്, പഠിക്കാത്തവർ, അങ്ങനെയൊക്കെ വിഷമം ഉണ്ടാവും അല്ലേ. ഞാൻ കൃത്യമായിട്ട് പഠിച്ചില്ല, അതിനുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ പേടിക്കേണ്ട, അടുത്തൊരു HSCയുടെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അക്കലോറയിൽ ഡ്രോയിങ്ങിന്റെ ക്ലാസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതൽ സിലബസ് അനുസരിച്ചുള്ള ഡ്രോയിങ്ങിന്റെയും അതുപോലെ തന്നെ GKയുടെയും രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് പഠിച്ചിട്ടില്ല എന്ന് വിഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട, ആ ഒരു കോച്ചിങ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, വാട്സപ്പ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രോയിങ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി GKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കോഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. അപ്പൊ എല്ലാവരും ആ ഒരു ക്ലാസ് കൂടി എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ വർക്ക് പിംഗ്ല ഈസ് റിട്ടൺ ബൈ കുട്ടിമാളു അമ്മ, അന്നാച്ചാണ്ടി, ഉള്ളൂർ, കേശവദേവ്. പിങ്കള എന്ന് പറയുന്ന വർക്ക്, കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് കൃതികളുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാധാരണ PSC പരീക്ഷ ചോദിക്കാറുള്ള കൃതികളെ കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. ഇതും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യത്തിലെ ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? അപ്പൊ എങ്ങനെ കൃതികളെ നമുക്ക് ഓർത്തു വെക്കാം? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഉള്ളൂർ S പരമേശ്വരയ്യർ ആണ്. ഉള്ളൂർ S പരമേശ്വരയ്യർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. എന്താണ്, നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഒന്ന് ചമ്മി പോകുകയാണെങ്കിൽ നമ്മൾ പ്ലിങ് ആകാന്നാണ് പറയാ അല്ലെ. അപ്പൊ ആ പ്ലിങ് ആകുന്നത് ഉള്ളിൽ നിന്നായിരിക്കും വരുന്നത് അല്ലെ. ഉള്ളിൽ ആദ്യം തന്നെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു പ്ലിങ് അടിക്കും നമ്മൾ. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ചമ്മുന്ന സിറ്റുവേഷനിൽ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യും, ഒരു പ്ലിങ് വരും എന്ന് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂരിൻ്റെതാണ് ഈ ഒരു കൃതി എന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോ ഉള്ളൂർ S പരമേശ്വരയ്യർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹോട്ട് പോയിന്റ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഉമാകേരളം എന്ന് പറയുന്നത്. ഉമാകേരളം കേട്ടോ. അതുപോലെ തന്നെ കർണഭൂഷണം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. തരംഗിണി ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ചിത്രശാല, ഒരുപാട് കൃതികൾ ഇദ്ദേഹത്തിനുണ്ട്, ഉള്ളൂരിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൃതികളാണ് ഉമാകേരളം, കർണഭൂഷണം, തരംഗിണി, ചിത്രശാല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹോട്ട് പോയിന്റ് എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. AG വേലായുധൻ എ ഫ്രീഡം ഫൈറ്റർ ഡെഡ് ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രഗിൾ. AG വേലായുധൻ ഏത് സ്ട്രഗിൾ, ഏത് സമരത്തിന്റെ ഇടക്കാണ് അദ്ദേഹം രക്തസാക്ഷി ആയിട്ടുള്ളത്? വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാളയം സത്യാഗ്രഹ, അതുപോലെ കുട്ടംകുളം സത്യാഗ്രഹം ഏതാണെന്നുള്ളതാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് പോയിട്ടുണ്ട്. അതും ചില ഭാഗങ്ങളൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ കോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതാണ് AG വേലായുധൻ? ഓർത്തു വെക്കാം. എന്താണ്, പാലം വന്നാൽ പിന്നെ വേലി ചാടേണ്ട, അങ്ങനെ ഓർത്തു വെക്കാം. പാലം വന്നാൽ വേലി ചാടേണ്ട. കിട്ടിയല്ലോ. അപ്പൊ ഏതാണെന്നുള്ളത് പാളയം സത്യാഗ്രഹത്തിലാണ് AG വേലായുധൻ എന്ത് ചെയ്തത്, രക്തസാക്ഷിയായത്. കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിലാണോ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണോ, കുട്ടംകുളം സത്യാഗ്രഹത്തിലാണോ സംശയം വരും എക്സാം ഹോളിൽ. അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു കോഡ് ഓർമ്മ വരേണ്ടത്. പാലം വന്നാൽ എന്ത് ചെയ്യേണ്ട, വേലി ചാടേണ്ട എന്നൊരു കോഡ് കണക്ട് ചെയ്തിട്ട് ഓർക്കുക. ഇനി പാളയം സത്യാഗ്രഹത്തിനെ കുറിച്ച് കുറച്ച് ഹോട്ട് പോയിന്റ്സ് നമുക്ക് പഠിച്ചു വെക്കാം. പാളയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1947 ഡിസംബർ 4-നാണ്. 1947 ഡിസംബർ 4-നാണ് പാളയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് C കേശവനാണ്. ഇതിന്റെ ലീഡർ C കേശവനാണ്. അവിടെ നമ്മൾ കേശം മുടിയിൽ എന്ത് ചെയ്തു, പാലിട്ട് മിനുക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിരുന്നു.
അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇത് ഫസ്റ്റ് ഓർഗനൈസ്ഡ് സത്യാഗ്രഹ ഇൻ കേരള ഫോളോവിങ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ എന്താണ് സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആദ്യത്തെ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇത് 1947 ഡിസംബർ 4 നടന്നിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ ലീഡർ സി കേശവനാണെന്ന് ഓർത്തു വെക്കുക. ഇത് നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്ത ചോദ്യം, in which session of the Congress of 1923 T.K. Madhavan moved a resolution for the eradication of untouchability in Kerala? അപ്പൊ അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഒരു റെസൊല്യൂഷന്റെ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് ഏത് കോൺഗ്രസ് സെഷനിലാണ്? അത് 1923 പറഞ്ഞിരുന്നു. അത് ഏതിലാണെന്നുള്ളതാണ് ടി കെ മാധവൻ സമർപ്പിച്ചിട്ടുള്ളത്. ഏതാണ്? കാക്കനാട കോൺഗ്രസ് സെഷനിലാണ്. 1923 നടന്നിട്ടുള്ള ഈ ഒരു സെഷനിലാണ് ടി കെ മാധവൻ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ അൺടച്ചബിലിറ്റിക്കെതിരെ സമർപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാക്കനാടിനെ കുറിച്ച് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ കാക്കനാട നടന്നിട്ടുള്ളത് 1923. കാക്കനാട കോൺഗ്രസ് സെഷൻ നടന്നിട്ടുള്ളത് 1923. അതിന്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അതുപോലെ തന്നെ ബെൽഗാം 1924. ബെൽഗാം സെഷൻ 1924 ആയിരുന്നു. അതിന്റെ പ്രസിഡന്റ്, ആ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി ആയിരുന്നു കേട്ടോ. then അടുത്തത് അമരാവതി സെഷനില് 1897 സി ശങ്കരൻ നായർ ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ആ സെഷന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ കാക്കനാട 1923, ബെൽഗാം 1924, അമരാവതി 1897. അതാണ് ഹോട്ട് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇവിടെ ടി കെ മാധവൻ സമർപ്പിച്ചിട്ടുള്ളത് കാക്കനാട കോൺഗ്രസ് സെഷനിലാണെന്ന് ഓർത്തു വെക്കുക. കെ വി ഉണ്ണി വാസ് അസോസിയേറ്റഡ് വിത്ത് കെ.വി. ഉണ്ണി. ഇദ്ദേഹം ഏത് സത്യാഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്? വൈക്കം സത്യാഗ്രഹം, പാലിയം, അതുപോലെ കുട്ടംകുളം, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ വരുന്നത് കുട്ടംകുളം സത്യാഗ്രഹമാണ്. കുട്ടംകുളം സത്യാഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സിലബസിൽ നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. ഇതിന്റെ ഹോട്ട് പോയിന്റ് നമുക്ക് നോക്കാം. കുട്ടംകുളം സത്യാഗ്രഹത്തിന്റെ വേറൊരു പേര് നോൺ ആസ് വഴിനടക്കൽ സത്യാഗ്രഹം, വഴിനടക്കൽ സമരം. ഓക്കെ, വഴിനടക്കൽ സമരം എന്നാണ് അതിന്റെ വേറെ പേര് വരുന്നത്. ഇത് എന്തിനെതിരെ സമരമായിരുന്നു? തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ കൂടൽമാണിക്യം ചെമ്പിളിൽ അതിന്റെ പരിസരത്ത് കൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ് കുട്ടംകുളം സത്യാഗ്രഹം, വഴിയിൽ വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത്. ഇത് 1946 നടന്നിട്ടുള്ളത്. 1946 ഇതിന്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത് കാട്ടുപറമ്പനാണ് കേട്ടോ. മെയിൻ ലീഡർ കാട്ടുപറമ്പനെ കോഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. വേറെയും കുറച്ച് ആളുകളുണ്ട്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു മെയിൻ ലീഡർ മാത്രമേ ചിലപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ആളുകളെയും കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. പ്രത്യേകം എടുത്തു ചോദിച്ചത് കെ.വി. ഉണ്ണിയാണ്. ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള അതർ ലീഡേഴ്സ് എന്ന് പറയുന്നത് പി സി കുറുമ്പ, പി കെ ചാത്തൻ മാസ്റ്റർ, പി കെ കുമാരൻ മാസ്റ്റർ, കെ.വി. ഉണ്ണി. കണ്ടോ? അപ്പൊ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മെയിൻ ലീഡർമാരോ മാത്രമേ പഠിച്ചിട്ട് പോകുള്ളൂ. പക്ഷെ അതല്ല, അതിനോടൊപ്പം വന്ന ആളുകളെയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ പി ഗംഗാധരൻ, ഇതൊക്കെ എന്താണ് ഈ വഴിനടക്കൽ സമരത്തിൽ പങ്കെടുത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഇവിടെ കെ.വി. ഉണ്ണി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത ചോദ്യം, ദ ജേർണൽ കോൾഡ് പരോപകാരി വാസ് പബ്ലിഷ്ഡ്. പരോപകാരി എന്ന് പറയുന്നത് ആരുടേതാണ്? ഓപ്ഷൻ നോക്കാം. ഇ കെ മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ, മുഹമ്മദ് ഹമദാനി തങ്ങൾ. അപ്പോ പരോപകാരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മൗലവി, ഇ കെ മൗലവിയോ അല്ലെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയോ നമുക്ക് ഓർമ്മ വരും. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള വേറൊരാളാണ് മക്തി തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പരോപകാരി മക്തി തങ്ങളുടേതാണ് എന്ന് എന്ത് ചെയ്യാം? ഓർത്തു വെക്കുക കേട്ടോ. മക്തി തങ്ങളുടേതാണ് പരോപകാരി. ഹോട്ട് പോയിന്റിൽ നോക്കാം നമുക്ക്. ആരാണ് മക്തി തങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം സോഷ്യൽ റിഫോർമർ ആണ്. അഥവാ മുസ്ലിം സമൂഹത്തിൽ തന്നെ നടന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കൊക്കെ അനാചാരങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് മക്തി തങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 ജേണലാണ് പരോപകാരി, അതുപോലെ തന്നെ സത്യപ്രകാശം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 1899 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ, പരോപകാരിയും അതുപോലെ തന്നെ സത്യപ്രകാശം. പിന്നെ തുർക്കി സമാചാർ എന്നുള്ളൊരു പത്രം കൂടി ഇദ്ദേഹത്തിനുണ്ട്. നേരത്തെയും PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തുർക്കി സമാചാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് PYQ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യവും അതിന്റെ ഹോട്ട് പോയിന്റ്സ് ആണ്. ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണാം. ഈ ഒരു രൂപത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. കാരണം നേരത്തെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ തുടർന്നും നമുക്ക് ക്ലാസ്സുകളായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.